അങ്ങനെ മാലയൊക്കെ ഇട്ട് വന്ന് ഞായറാഴ്ച വൈകിട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പ്ലാവർക്കാവ് ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കന്നിമലയ്ക്ക് പോകുമ്പോൾ കഞ്ഞിസദ്യ വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിപ്പോ കന്നിമലയ്ക്ക് പോകുന്ന പീലി ഉൾപ്പെടെയുള്ള 3-4 പേര് ചേർന്ന് നടത്തുന്ന കഞ്ഞിസദ്യയാണ്. അങ്ങനെ തലേന്നേ പോയി സാധനങ്ങളൊക്കെ അരിഞ്ഞു പറക്കി കൊടുത്ത് പിറ്റേന്ന് വെളുപ്പിനെ പീലിയെ കൊണ്ട് അരി ഇടിപ്പിച്ച് രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് കഞ്ഞി റെഡി. കഞ്ഞിയും കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് സമയം ഏതാണ്ട് 8 മണിയായി. പീലിക്കാന്നുണ്ടെങ്കിൽ സ്കൂളിലും പോകണം. അപ്പൊ പിന്നെ ഇനി ചോറും കറിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരിയാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തുവിടാന്ന്. ദോശ സാമ്പാർ ഇഡലി സാമ്പാറും ഒക്കെ ആണെങ്കിൽ പുള്ളിക്കാരിക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കൊടുത്താലും കഴിച്ചോളും. ഇപ്പൊ പിന്നെ വ്രതം എടുത്തതിന് ശേഷം ചോറിനോട് ഒരു താല്പര്യവും ഇല്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ കുക്കറിനകത്ത് ഒരു തട്ടിക്കുട്ട് സാമ്പാറും ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ നെയ്യൊക്കെ ഒഴിച്ച് മുരിച്ചെടുത്ത് ദോശ അങ്ങ് സെറ്റാക്കി. എന്റെ ഏട്ടന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കഞ്ഞിയും കറിയും തന്നെയാണ്. പീലിക്ക് പക്ഷേ ഇങ്ങനെ തേങ്ങ ഇട്ട് വെക്കുന്ന കഞ്ഞിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് പയറും കഞ്ഞിയാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ 3 പേരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പീലി യൂണിഫോം ഒക്കെ ഇട്ട് ഒരുക്കി അവക്കുള്ള സ്നാക്സ് ലഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് നേരെ സ്കൂളിൽ കൊണ്ടാക്കി. അപ്പൊ ഓക്കെ ബൈ.